ഹലോ സ്റ്റുഡൻസ്, +1 അക്കൗണ്ടൻസിയിലെ അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്കിനി എളുപ്പത്തിൽ പഠിക്കാം. ഇതിപ്പോൾ മിസ്റ്റർ എയുടെ ട്രാൻസാക്ഷൻസ് ആണ്. ഒരു 12 ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ട്രാൻസാക്ഷൻ തന്നാലും നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ എന്തൊക്കെയുണ്ടെന്ന് എഴുതുക. അസറ്റ്സിൽ ഇതിനകത്ത് വായിച്ച് നോക്കിയപ്പോൾ ക്യാഷ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, ലയബിലിറ്റീസിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ലോണുണ്ട്. ഓക്കെ, അപ്പോൾ അസറ്റ്സിനകത്ത് ക്യാഷ്, സ്റ്റോക്ക്, ഫർണിച്ചർ, ഡെറ്റേഴ്സ്, ലയബിലിറ്റീസിനകത്ത് ക്രെഡിറ്റേഴ്സ്, ലോണ്, ദെൻ ഓണേഴ്സ് ഇക്വിറ്റി. ഇവിടെ ഫസ്റ്റിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ക്യാഷിനകത്ത് 5,000 വന്നു. അതേപോലെ തന്നെ നമുക്ക് ക്യാപിറ്റലും വന്നു. വേറെ എവിടെയും ഒരു എഫക്റ്റ് ഇല്ല. ക്യാഷിനകത്ത് 5,000 വന്നു, ക്യാപിറ്റൽ 5,000 വന്നു. ദെൻ ഗുഡ്സ് പർച്ചേസ് ചെയ്തത് ക്രെഡിറ്റിനാണ്. ഒന്നുകൂടെ പറയാൻ, നമ്മളുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്ക്രീൻഷോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ബുക്കിൽ എഴുതുകയോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നത് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, ദെൻ എന്താണ്, ഗുഡ്സ് പർച്ചേസ് ചെയ്തത് ക്രെഡിറ്റിനാണ്. എന്നിട്ട് ക്യാഷിൽ ഒരു എഫക്റ്റും വന്നില്ല. നമ്മൾ ക്രെഡിറ്റിനല്ലേ പർച്ചേസ് ചെയ്തത്, എന്നിട്ട് ക്യാഷിൽ നിന്നൊന്നും പോയില്ല. കാരണം ക്യാഷിൽ നിന്നൊന്നും പോയില്ല. സ്റ്റോക്കിനകത്ത് 400 രൂപ വന്നു. വേറെ എവിടെയും എഫക്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ക്രെഡിറ്റേഴ്സിൻ്റെ അവിടെ ആ 400 രൂപ വന്നു. കാരണം നമ്മൾ ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്തത്. ദെൻ എന്താണ്, ഗുഡ്സ് പർച്ചേസ് ചെയ്തത് ക്യാഷിനാണ്. ഇനി അടുത്തത്, എന്നിട്ട് ക്യാഷിന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുക. എന്നിട്ട് ക്യാഷിൽ നിന്ന് 100 രൂപ മൈനസ് ചെയ്തു. അപ്പോഴും നമുക്കൊരു സ്റ്റോക്ക് വന്നു 100 രൂപ. വേറെ എവിടെയും ഒരു എഫക്റ്റും ഇല്ല. ദെൻ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ്, ക്യാഷിൽ നിന്ന് വീണ്ടും ഫർണിച്ചർ പർച്ചേസ് ചെയ്യാൻ നമ്മൾ ക്യാഷ് എടുത്തു. എന്നിട്ട് 50 കുറയുന്നു. ദെൻ ഫർണിച്ചർ വരുന്നു, ഫർണിച്ചറിൽ കാണിക്കുന്നു. വേറെ എവിടെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ? ഇല്ല. ദെൻ ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് ക്യാഷിൽ നിന്ന് 70 പോകുന്നു. അതേപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റലിൽ നിന്നും 70 പോകുന്നു. ദെൻ റെൻറ്റ് പേ ചെയ്യുന്നു. റെൻറ്റ് പേ ചെയ്യുന്നു പറഞ്ഞാൽ എന്താ, ക്യാഷിൽ നിന്ന് റെൻറ്റ് പോകുന്നു. ഓക്കെ, അതേപോലെ തന്നെ ക്യാപിറ്റലിൽ നിന്നും റെൻറ്റ് പോകുന്നു. ദെൻ എന്താ, ഇൻട്രസ്റ്റ് കിട്ടി. നമുക്ക് 10 രൂപ ക്യാഷിൽ കൂടി, അതേപോലെ തന്നെ ക്യാപിറ്റലിലും കൂടി. ദെൻ അടുത്ത എന്താ, അടുത്ത ട്രാൻസാക്ഷൻ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. എന്താ, നമ്മൾ 50 രൂപയുടെ കോസ്റ്റുള്ള സാധനം നമ്മൾ 70 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. മനസ്സിലായോ? 50 രൂപയുടെ സാധനം നമ്മൾ 70 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അതും എന്താ, ക്രെഡിറ്റിനാണ്. അന്നേരം ക്രെഡിറ്റിനാണ് നമ്മൾ വിറ്റിരിക്കുന്നത്. അന്നേരം നമുക്ക് ക്യാഷ് കിട്ടിയില്ല. അപ്പോൾ ക്യാഷിൻ്റെ അവിടെ നോ എഫക്റ്റ്. 50 രൂപയുടെ സാധനമാണ് നമ്മൾ വിറ്റത്. അന്നേരം 50 രൂപയുടെ സാധനം പോയി. സ്റ്റോക്കിൽ നിന്ന് 50 പോയി. ഇനി 70 രൂപ നമുക്ക് തരാനുണ്ട്. സോ ഡെറ്റേഴ്സിൻ്റെ അവിടെ 70. അന്നേരം നമ്മുടെ ഇതിൻ്റെ എഫക്റ്റ്, ദാറ്റ് ഈസ് നമ്മുടെ പ്രോഫിറ്റ് എത്ര, 20. നമ്മളത് ക്യാപിറ്റലിൽ കൂട്ടുന്നു. ഓക്കെ, ഒന്നും കൂടെ പറയാം. നമ്മൾ 50 രൂപയുടെ സാധനം നമ്മൾ 70 രൂപയ്ക്ക് വിൽക്കുന്നു. എന്നിട്ട് 50 രൂപയുടെ സാധനം നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് പോയി 70 രൂപ ഡെറ്റേഴ്സ് വരുന്നു. അതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലിൽ കാണിക്കുന്നു. ദെൻ ക്രെഡിറ്റേഴ്സിന് നമ്മൾ 40 രൂപ കൊടുത്തു. എന്നിട്ട് ക്യാഷിൽ നിന്ന് 40 രൂപ എടുത്ത് കൊടുത്തു. ദെൻ എന്താ, ക്രെഡിറ്റേഴ്സിൽ നിന്ന് 40 പോയി. ദെൻ സാലറീസ് പേ ചെയ്തു. സാലറീസ് എത്ര, 20 രൂപ പേ ചെയ്തു. എന്നിട്ട് ക്യാഷിൽ നിന്ന് പോയി, അതേപോലെ തന്നെ ക്യാപിറ്റലിൽ നിന്നും പോയി. ദെൻ എന്താ, വീണ്ടും നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു. നമ്മുടെ ആദ്യത്തെ ട്രാൻസാക്ഷൻ്റെ അതേ എഫക്റ്റ്, 1000 വന്നു ക്യാഷിനകത്ത്, ക്യാപിറ്റലിൻ്റെ അടുത്തും 1000 വന്നു. ദെൻ എയിൽ നിന്ന് കടം വാങ്ങിച്ചു. എന്നിട്ട് കടം വാങ്ങിക്കുമ്പോൾ വീണ്ടും നമുക്ക് ക്യാഷ് കിട്ടി. ദാറ്റ് ഈസ് 1000 രൂപ നമുക്ക് ക്യാഷിൻ്റെ അവിടെ വന്നു. അതേപോലെ തന്നെ എന്താ, കടമല്ലേ വാങ്ങിച്ചേ. അന്നേരം ഇനി വരുന്ന വേറൊരു ആസ്പെക്റ്റ് എന്താ, പുതിയതായിട്ട് ലോണിൻ്റെ അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. സോ നമ്മൾ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി നമ്മൾ എല്ലാം ഒന്ന് ടോട്ടൽ ചെയ്യുവാണ്. ക്യാഷ് ടോട്ടൽ ചെയ്തപ്പോൾ എന്താ, 6,710 കിട്ടി. സ്റ്റോക്ക് 450, ഫർണിച്ചർ 50, ഡെറ്റേഴ്സ് 70. ലയബിലിറ്റീസ് നോക്കുവാണെങ്കിൽ 360, 1,000. അസറ്റ്സ് ടോട്ടൽ ചെയ്യുവാണെങ്കിൽ ഫുള്ള് 7,280. അതേപോലെ തന്നെ ലയബിലിറ്റീസ് നോക്കുവാണെങ്കിൽ എത്ര, 360, 1,000 കിട്ടി. ദെൻ ഓണേഴ്സ് ഇക്വിറ്റി 5,920 കിട്ടി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, അസറ്റ്സ് എല്ലാം കൂടെ ടോട്ടൽ ചെയ്തപ്പോൾ, ദാറ്റ് ഈസ് ക്യാഷ് പ്ലസ് സ്റ്റോക്ക് പ്ലസ് ഫർണിച്ചർ പ്ലസ് ഡെറ്റേഴ്സ് നോക്കിയപ്പോൾ 7,218, ലയബിലിറ്റീസ് ടോട്ടൽ ചെയ്തപ്പോൾ 1,316 കിട്ടി. ദെൻ ക്യാപിറ്റൽ നോക്കിയപ്പോഴോ 5,920. ഇതിൽ നിന്ന് എന്തോ മനസ്സിലായി, ഇപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ടാലി ആയില്ലേ. അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് അല്ലേ ക്യാപിറ്റൽ. അതായത് അസറ്റ്സ് ലയബിലിറ്റീസിൻ്റെ അവിടെ ഒരേ എഫക്റ്റ്, ദാറ്റ് ഈസ് 7,280 നിന്ന് 1,360 പോയ 5,920. അതേപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ അവിടെ 5,920 നമുക്ക് കിട്ടി. അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ഈക്വൽ ടു ക്യാപിറ്റൽ കിട്ടി. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ